Hi, hello, എല്ലാവർക്കും മിസ്സസ് മലു ആൻഡ് മിസ്റ്റർ കാനഡയുടെ ഓണം ആശംസകൾ. മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് ഓണം. കാനഡയിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാനഡയിലെ പല സ്ഥലങ്ങളിലായിട്ട് ഓണാഘോഷങ്ങൾ ഗംഭീരമായിട്ട് നടക്കുന്നു. അങ്ങനെയൊരു ഓണം പ്രോഗ്രാമിന് പങ്കെടുക്കാനാണ് ഞങ്ങളും പോയത്. ഞാൻ കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ഓണം പ്രോഗ്രാമിന് പോകുന്നത്. രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെയായിരുന്നു പ്രോഗ്രാം. പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഓണം പ്രോഗ്രാമിന് ആദ്യമായിട്ട് പോകുന്നതാണ്, അതുകൊണ്ട് ഞാൻ കേരള സാരി തന്നെ എടുത്തു. ഹസ്ബൻഡ് മുണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജാക്കറ്റും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഓണക്കളികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ അവിടെ പോയ സമയത്ത് പ്രോഗ്രാം ഒന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ അവിടെയൊക്കെ കറങ്ങി നടന്നു, വായിനോക്കി നടന്നു, ഓരോ സ്റ്റോളിലൊക്കെ വായിനോക്കി നടന്നു. ഓണക്കളികൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഓണത്തിൻ്റെ ആ ഒരു വൈബ് കിട്ടി തുടങ്ങിയത്. കാലാവസ്ഥ നമ്മുടെ ഓണപരിപാടി കുളമാക്കാൻ നന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തു, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊന്നും തളരാതെ അതിഗംഭീരമായിട്ട് തന്നെ ആ ഒരു ഓണപരിപാടി അവർ മുന്നോട്ട് കൊണ്ടുപോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും ഓണക്കളികളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു മലയാളി പ്രോഗ്രാമിന് പോകുന്നത്. നമ്മുടെ നാട്ടുകാരെയൊക്കെ കണ്ടു, പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. കൊച്ചുകുട്ടികളുടെയും മുതിർന്നവരുടെയും ഒരുപാട് കലാപരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഓണമാകുമ്പോൾ തിരുവാതിരക്കളി എന്തായാലും ഉണ്ടായിരിക്കും. ചെണ്ടമേളവും പുലിക്കളിയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാവേലിയുടെ മാസ് എൻട്രി ആയിരുന്നു കിടിലമായിട്ടുണ്ടായിരുന്നത്. ഒരു കനേഡിയൻ സ്റ്റൈലിൽ തന്നെയാണ് നമ്മുടെ മാവേലി എഴുന്നള്ളിയത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് മാവേലിയുടെ മാസ് എൻട്രി കാണാം. മാവേലിയെ വരവേൽക്കാനായിട്ട് ഒരു ഗംഭീര ഘോഷയാത്ര തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. കാനഡയിൽ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന അതേ ഡേറ്റിൽ തന്നെ ഒരുപാട് മറ്റ് ഓണം പ്രോഗ്രാമും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യുമെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിന് പോയി. പക്ഷേ ഈ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം കിടിലൻ പ്രോഗ്രാം ആയിരുന്നു. ഭയങ്കര നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഒരു പവർ പാക്ഡ് പെർഫോമൻസ് എന്നൊക്കെ പിന്നെ കിടിലൻ ഫുഡ് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. ചൂട് ചായയും നമ്മുടെ ചായക്കടികളൊക്കെ ഉണ്ടായിരുന്നു. പഴംപൊരി ഉണ്ടായിരുന്നു, മുട്ട ബജി ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള മുളക് ബജിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല സ്പൈസി മുളക് ബജിയും പിന്നെ ചൂട് ചായയൊക്കെ ഈ ഒരു ക്ലൈമറ്റിന് കിടിലമായിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി, ഓണസദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഓണസദ്യയൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ തണുത്ത ഒരു ക്ലൈമറ്റിൽ ഇരുന്ന് തണുത്ത സദ്യയായിരുന്നു കഴിക്കേണ്ടി വന്നത്. പിന്നെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിറച്ച് ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിലൊരു സദ്യ കഴിക്കുന്നത്. It's wonderful to be here. Welcome everybody to the city of Vaughan and the riding I have the privilege of representing. I'd like to say happy Onam to everyone celebrating Happy Harvest Festival. Onam Shamshikal. Yes, I have taught you before also. It's Onam Shamshikal. ഇതിലോട്ട് ഈ ഒരു പ്രഷ്യസ് മൊമെന്റിൽ ടേക്ക് പാർട്ട് ചെയ്യാനായിട്ട് സ്റ്റേജിലോട്ട് വരൂ വിനോദ് ചേട്ടാ. ഗോപി വിനോദ് ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലോട്ട് വരണം. ഇവിടെ വരാൻ സാധിക്കുന്നവർ ഞങ്ങളുടെ ഒപ്പം വരിക. ഇതിൽ കൂടെ പ്രദേശത്തിന്റെ ഒരു ഭാഗമാകുക.
എല്ലാവർക്കും എൻ്റെ തിരുവോണ ஆசம்சகள் சொல்லினா அது 100 தடவை சொன்ன மாதிரி. ஏன்னா நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. ஹாப்பி ஓணம். தேங்க்யூ தேங்க்யூ தேங்க்யூ. வேணும் பூப்பட வேணும் பூவிழி வேணும் பூனாரன் சாத்திய கன்னி பூமகள் வேணும் குன்னத்தே காவில்